ലക്ഷദ്വീപ് ട്രാവൽ സീരീസിൻ്റെ എൻ്റെ ആദ്യ പാർട്ടിന് നിങ്ങൾ നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് രണ്ടാം പാർട്ട് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുകയാണ്. ഏവർക്കും ശിവാസ് വ്ളോഗ്സിൻ്റെ ലക്ഷദ്വീപ് ട്രാവൽ സീരീസ് പാർട്ട് 2 സ്വാഗതം. ലക്ഷദ്വീപിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് നമ്മുടെ പ്രോഗ്രാമുകൾ ഏറെ ഇവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസാണ്. കൂടാതെ കൽപ്പട്ടി ഐലൻഡ് വിസിറ്റ്, അതുപോലെ ഇവിടുത്തെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് കിട്ടിയ സ്നേഹ സൽക്കാരത്തിൻ്റെ വിശേഷങ്ങളാണ് ചേർത്തിട്ടുള്ളത്. ഏവർക്കും ഒരിക്കൽ കൂടി കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ആദ്യ പരിപാടി കയാക്കിംഗ് ആണ്. ഞാൻ കഴിഞ്ഞ പാർട്ടിൽ കാണിച്ച അൻതാൻ ബീച്ചിലാണ് ഈ വാട്ടർ ആക്ടിവിറ്റീസ് മുഴുവൻ നമ്മൾ ചെയ്യുന്നത്. രാവിലെ ഒരു 10 മണിയോടെ കയാക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ബീച്ചിലെത്തി. നമ്മുടെ ഗൈഡായിട്ടുള്ള റുഫ്സൽക്കയും കൂടെ മറ്റൊരു ഗൈഡായിട്ടുള്ള അഹസാൻക്കയാണ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തയ്യാറാക്കി തരുന്നത്. കയാക്ക് ചെയ്യുന്ന ഭാഗത്ത് വലിയ ആഴമൊന്നുമില്ലെങ്കിലും സുരക്ഷയുടെ ഭാഗമായി എല്ലാവരും സേഫ്റ്റി ജാക്കറ്റ് ഇടണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. തോണിയിലും ബോട്ടിലുമൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അതും കടലിലൂടെ തുഴഞ്ഞു പോകുന്നത് ആദ്യത്തെ അനുഭവമാണ്. ഏറെക്കുറെ 1 മണിക്കൂറാണ് കയാക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്തത്. ഇത് ഓടിക്കുന്നതിൻ്റെ ഒരു ഗുട്ടൻസ് നമുക്ക് പിടികിട്ടണമെങ്കിൽ തന്നെ ഏകദേശം 1/2 മണിക്കൂർ സമയമെടുക്കും. സംഭവം എന്തായാലും ഒരു വേറിട്ട എക്സ്പീരിയൻസ് തന്നെയാണ്. കയാക്കിങ്ങിന് ശേഷം നമ്മുടെ ഇന്നത്തെ അടുത്ത പരിപാടി സ്നോർക്കലിംഗ് ആണ്. അതും ഇതേ ബീച്ചിൽ മറ്റൊരു ഭാഗത്താണെന്ന് മാത്രം. സ്നോർക്കലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ശ്വാസം എടുക്കാൻ പാകത്തിന് മുകളിലേക്ക് ഒരു ഹോസ് വരുന്ന ഫേസ് ഫുള്ള് കവർ ചെയ്യുന്ന ഒരു മാസ്ക് ധരിച്ച് കടലിൻ്റെ മുകളിൽ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടന്ന് താഴത്തെ കാഴ്ചകൾ കാണുന്ന പരിപാടിയാണ്. നമ്മൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സമയം നമ്മുടെ ഗൈഡ് നമ്മളെ ഇങ്ങനെ വലിച്ചുകൊണ്ട് നടന്നോളും. ഇവിടേക്കാണ് നല്ല കാഴ്ചകളുള്ളതെന്ന് അവർക്ക് നല്ല ധാരണയുണ്ടാവും. പവിഴപ്പുറ്റുകളൊക്കെ സത്യം പറഞ്ഞ അപ്പോഴാണ് അത്ര അടുത്ത് കാണുന്നത്. പവിഴപ്പുറ്റുകൾക്ക് മുകളിൽ പുതിയ ഇളം മുകുളങ്ങൾ ഇളം നീല നിറത്തിൽ ഉണ്ടായി വരുന്ന കാഴ്ച മനോഹരമാണ്. വിവിധ രീതിയിലുള്ള ശംഖുകൾ, ചിപ്പികൾ, പഞ്ചസാര പോലെയുള്ള മണൽത്തരികൾ, ഇവയ്ക്കിടയിലൂടെ ഓടി നടക്കുന്ന വിവിധ വർണ്ണ മത്സ്യങ്ങൾ, ഇതെല്ലാം കൂടി നമുക്ക് മുന്നിൽ വല്ലാത്തൊരു വർണ്ണ കാഴ്ച തന്നെയാണ് ഒരുക്കുന്നത്. സ്നോർക്കലിങ്ങിന് ശേഷം നീന്താൻ അറിയുന്നത് കൊണ്ട് ഈ സംഭവം ഞാൻ ഒറ്റയ്ക്കൊന്ന് പരീക്ഷിച്ച് നോക്കി. സംഭവം നൈസാണ്. പക്ഷെ ഒറ്റയ്ക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ആമ തൊട്ട് മുന്നിൽ വന്ന് വിട്ടു. നാട്ടിലൊക്കെ ചെറിയ ആമേനെ മാത്രം കണ്ട് ശീലിച്ച് എനിക്ക് എൻ്റെ പകുതിയോളം വലിപ്പമുള്ള ഒരു ആമ മുന്നിൽ വന്ന് പെട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു.
വീഡിയോ എടുക്കണോ അതോ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടണോ എന്ന് തോന്നിപ്പോയി. ദൈവഭാഗ്യം കൊണ്ട് അതിൻ്റെ കുറച്ച് വിഷ്വൽസ് എനിക്ക് കിട്ടി, അതുകൂടി ഇതിൽ ചേർക്കുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി. ഇവിടേക്ക് പ്ലാൻ ചെയ്യുന്ന എല്ലാവരും ഇവിടെ ഉപയോഗിക്കാൻ ഒരു BSNL അല്ലെങ്കിൽ എയർടെൽ സിം കൈ കരുതേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സ്നോർക്കലിംഗും പൂർത്തിയാക്കി കുറച്ചുകൂടി നേരം കടലിൽ നീന്തി ഞങ്ങൾ കരയ്ക്ക് കയറി. ഇനി അടുത്ത പ്ലാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ അവർ വിളിച്ചത് പ്രകാരമുള്ള സൽക്കാരത്തിനായി പോവുക എന്നുള്ളതാണ്. ഇവിടുത്തെ ആളുകൾ സൽക്കാരപ്രിയരാണെന്ന് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതൊക്കെ നേരിട്ട് അനുഭവിക്കാനിപ്പോൾ സാധിച്ചു. ഞങ്ങൾ വരുന്നത് കൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ രുചിയേക്കാളേറെ ഇവിടുത്തെ മനുഷ്യരുടെ സ്നേഹമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിലൂടെയൊക്കെ രുചിക്കാൻ സാധിക്കാം. അല്പനേരം അവിടെ ചെലവഴിച്ചതിന് ശേഷം വൈകുന്നേരം നമ്മുടെ അടുത്ത പരിപാടിയായ ഗ്ലാസ് ബോട്ട് റൈഡിനാണ് നേരെ പോയത്. നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ ടീമിലുള്ള മറ്റെല്ലാ മെമ്പർമാരും അവിടെ എത്തിയിരുന്നു. പലയിടങ്ങളിൽ നിന്നായി ഇവരൊക്കെ നമ്മൾ മുൻപും കണ്ടിരുന്നുവെങ്കിലും നമ്മുടെ റൂമിനോട് ചേർന്ന് താമസിക്കുന്ന ഫർഷാദിനെയും ജംനേനെയും അല്ലാതെ മറ്റുള്ളവരെയൊന്നും നമുക്ക് വലിയ പരിചയമില്ലായിരുന്നു. അവരൊക്കെ നല്ലൊരു സൗഹൃദം ഉണ്ടാകുന്നത് ഈ യാത്രയിലാണ്. മലപ്പുറം മഞ്ചേരിയിൽ നിന്ന് വന്ന 2 ഉമ്മമാരും 3 മക്കളടങ്ങുന്ന ഒരു ടീം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മുടെ യാത്രയിൽ ഒരുപാട് കളിചിരി തമാശകളുമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നും അവരോടുള്ള കോണ്ടാക്റ്റ് നമ്മൾ സൂക്ഷിക്കുന്നുമുണ്ട്. അടുത്തായി ഗ്ലാസ് ബോട്ട് റൈഡിൻ്റെ വിശേഷങ്ങൾ നോക്കാം. കടലിൻ്റെ അടിത്തട്ട് വ്യക്തമായി കാണത്തക്ക വിധം ഗ്ലാസ് ഇട്ടൊരു ബോട്ടിലാണ് നമ്മൾ കൽപ്പട്ടി ഐലൻഡ് കാണാൻ വേണ്ടി പോകുന്നത്. ആ യാത്രക്കിടയിലാണ് ഒരുപാട് ആമകളെയും കടലിനടിയിലെ മറ്റു കുറേ ജീവികളെയൊക്കെ കാണാൻ സാധിച്ചത്. ആ കാഴ്ചകളിലേക്കൊന്ന് പോയി വരാം.
കൽപ്പട്ടി ഐലൻഡ് എത്തുന്നതിൻ്റെ തൊട്ട് മുൻപ് നമുക്കൊരു മഴ കിട്ടി. ആ മഴയോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു മഴവില്ലും കാണാനായി. ആ കാഴ്ചകൾ സത്യം പറഞ്ഞാൽ ഈ യാത്രയിൽ നമുക്കൊരു ബോണസായിരുന്നു. നമ്മുടെ ബോട്ട് കൽപ്പട്ടി ഐലൻഡിലേക്ക് അടുപ്പിച്ചു. നമ്മളിപ്പോൾ ഈ ചെടികൾക്കിടയിലൂടെ നടക്കുന്നത് കൽപ്പട്ടി ഐലൻഡിലെ പ്രശസ്തമായിട്ടുള്ള ബീക്കുഞ്ഞിപ്പാറ കാണാൻ വേണ്ടിയാണ്. ബീക്കുഞ്ഞിപ്പാറ ചരിത്രപരമായും ഇവിടെ പ്രസിദ്ധമാണ്. ചരിത്രാതീത കാലത്ത് ലക്ഷദ്വീപ് അറക്കൽ രാജവംശത്തിന് കീഴിലായിരുന്നൊരു കാലത്ത് കരം കെട്ടാത്ത ദ്വീപുകാർ ഇവിടെ കൊടിയ പീഡനങ്ങൾക്കിരയായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഇവരിൽ നിന്നും ഒരിക്കൽ ഓടി രക്ഷപ്പെട്ട കുഞ്ഞു പെൺകുട്ടിയായിട്ടുള്ള ബീക്കുഞ്ഞി കൽപ്പട്ടിയിലെ ഈ പാറയുടെ പൊത്തിൽ 3 ദിവസത്തോളം വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ ഒളിച്ചു കഴിഞ്ഞുവെന്നും അറക്കൽ പട്ടണം തിരിച്ചു പോയതിനു ശേഷം ദ്വീപിലെ നല്ലവരായ മനുഷ്യർ ബീക്കുഞ്ഞിയെ തിരിച്ചു കൊണ്ടുവന്നുവെന്നുമാണ് കഥകൾ പറയുന്നത്. ഇന്നും ഇതിവിടെ ഒരു ചരിത്രശേഷിപ്പായിട്ട് അവശേഷിക്കുന്നു. ബീക്കുഞ്ഞിപ്പാറയിലെ സന്ദർശനമൊക്കെ പൂർത്തിയാക്കി തിരിച്ച് നമ്മൾ അഗത്തിയിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഇതോടെ ലക്ഷദ്വീപിലെ നമ്മുടെ 2ാമത്തെ ദിവസവും ഇവിടെ അവസാനിക്കുകയാണ്. നാളെയാണ് നമ്മൾ ഏറെ കാത്തിരുന്ന സ്ക്യൂബ ഡൈവിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ആദ്യ വീഡിയോയ്ക്ക് നിങ്ങൾ നൽകിയ സ്നേഹവും പിന്തുണയും തുടർന്നും ഉണ്ടാകുന്ന വിശ്വാസത്തിൽ ഈ വീഡിയോയും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏവരുടെയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൂടെ വിമർശനങ്ങളും കമൻ്റായി അറിയിക്കുമെന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. ശുഭദിനം.